ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ചൊരു ടിപ്പ് പറയാനായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ നമ്മുടെ ഹെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഫുള്ളായിട്ട് കാണണേ. വലിയ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുടെ കയ്യിലും ഈ ഒരു ഷാമ്പുവും കണ്ടീഷണറും ഒരുമിച്ചൊന്നും കാണത്തില്ല. ശരിയാണ്, ഷാമ്പു ഉണ്ടെങ്കിൽ കണ്ടീഷണർ ഉണ്ടാവില്ല, എന്നാൽ കണ്ടീഷണർ ഉണ്ടെങ്കിൽ ഷാമ്പു ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരു ഷാമ്പു മാത്രം ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു കണ്ടീഷണർ ചെയ്ത എഫക്റ്റും കൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ സുക്രമണിയും കൂടി ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് കാണുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിലോട്ട് പെട്ടെന്ന് തന്നെ വരാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഷാമ്പു മാത്രമേ ഉള്ളൂ. ആ ഷാമ്പു നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലോട്ട് എടുത്തില്ലെങ്കിൽ നമ്മൾ കുളിക്കാൻ പോകുന്ന ആ കപ്പ് ഉണ്ടാവില്ല, കുഞ്ഞു കപ്പ്, ആ കപ്പിൻ്റെ ഉള്ളിലേക്ക് ഈ ഷാമ്പു പൊട്ടിച്ചിടാം. ഷാമ്പു അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? തല വെറ്റ് ചെയ്തിരിക്കണം കേട്ടോ, തല നനച്ചിരിക്കണം. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ ഷാമ്പിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. കുറച്ചൊരിത്തിരിയും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് മാത്രം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ഓയിലി ആയി പോവും. എന്നിട്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്കാൽപ്പിൽക്കും അതേപോലെ തന്നെ സ്കാൽപ്പിൽക്കൊന്നും അധികം ഇടണ്ട, എന്നാലും നമ്മുടെ മുടിയിലോട്ടും എല്ലായിടത്തും നമ്മൾ നന്നായിട്ട് പരട്ടി വയ്ക്കാം. എന്നിട്ടൊരു 10 മിനിറ്റോളം ഇങ്ങനെ നല്ലോണം ഇതാക്കിയിട്ട്, ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് ആ മുടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതാക്കി കഴിഞ്ഞിട്ട് ചടയൊക്കെ കോർത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു പണി ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യുമ്പോഴേക്കും ചടയൊക്കെ പിടിച്ചാകെ കൂടി ഇതായിട്ടുണ്ടാവും. ചടയൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നിൽക്കമ്മ പറയട്ടെ. അങ്ങനെ എന്ത് ചെയ്താൽ നമ്മൾ ഷാമ്പൊക്കെ ചെയ്ത് ഷാമ്പിൻ്റെ ഉള്ളിൽ കുറച്ച് വെളിച്ചെണ്ണ മറക്കരുത്. എന്നിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വളരെ ഷൈനി ആയിട്ടുള്ളൊരു ഹെയർ കിട്ടും കേട്ടോ. അത് മസ്റ്റാണ്, അങ്ങനെ ചെയ്ത് നോക്കണം. ചിലവർക്കെന്നൊക്കെ പറയുന്നത് ഷാമ്പു മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു കുളിക്കാത്ത അവസ്ഥയായിട്ട് ഇങ്ങനെ ബേബി ഹെയർസൊക്കെ കൂടുതലായിട്ട്, എന്താണ് വെള്ളം എടുക്കല്ലേ, നിൽക്ക് ഇത് പറയട്ടെ. അപ്പോൾ എന്തുട്ടാണ് ഇങ്ങനെ എനിക്കൊക്കെ ഒരുപാട് ബേബി ഹെയർസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബേബി ഹെയർസൊക്കെ ഇങ്ങനെ പൊന്തിയിട്ട് ഒരുമാതിരി ഒരു ഫ്രിസി ആയിട്ടുള്ള ഒരു അവസ്ഥ വരും. പ്രത്യേകിച്ച് ഇങ്ങനെ ചുരുണ്ട ഒരു മീഡിയം ടൈപ്പ് ഒരു ഹെയർ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ തുമ്പിക്കും സുക്രൂനും ഇന്ന് ക്ലാസ് ഇല്ല. തുമ്പിക്കുന്ന നേഴ്സറി ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞു വിട്ടില്ല. ചേട്ടനുള്ളപ്പോൾ എങ്ങനെയാണ് അവർക്ക് സങ്കടമാവില്ലേ? പിന്നെ നല്ല മഴയുണ്ട്, അപ്പോൾ എനിക്ക് പറഞ്ഞയക്കാൻ തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് 2 പേരും ഇവിടെ ഉണ്ട്, എന്നെ ശല്യപ്പെടുത്താനായിട്ട് 2 പേരും ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും പോട്ടെ, ഒരു വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കും കൂടെ ഒരു ഉപകാരപ്രദമാവുന്നു. ഇപ്പോൾ ഈ എന്താണ് നോർമല് നല്ല അടിപൊളി ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇങ്ങനെ കോല് പോലെ കിടക്കുന്ന മുടിയാണ് ഇഷ്ടം. കോല് പോലെ എന്ന് വെച്ചാൽ മിണ്ടാണ്ടിരിക്കെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന മുടിയാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ അല്ലാത്ത ദൈവം എനിക്കത് തന്നില്ല, ഇഷ്ടമുള്ളത് തരില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, മീഡിയം സൈസ് അല്ലെങ്കിൽ ചുരുണ്ട മുടിക്കാർക്ക്, അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് ഉപകാരപ്പെടുക കേട്ടോ. നമുക്ക് ഒരിത്തിരി ഷാമ്പും ഇച്ചിരിയും കൂടെ വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടീഷണർ ചെയ്തിട്ട് ആ ഒരു സിൽക്കി എഫക്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടിപ്പാണ്. ടിപ്പ് ചെയ്തിട്ട് സക്സസ് ആണെങ്കിൽ ഈ വീഡിയോക്ക് അടിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റ ബൈ ബൈ, സീ യു.